ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി. അതായത് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴും റിസർച്ചിൻ്റെ സമയത്തും ഒക്കെ ഒരുപാട് തവണ നമുക്ക് ആവശ്യമായി വരുന്നൊരു ടേമാണ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത്. കണ്ടൻസ് ഓഫ് ദ വീഡിയോ: വാട്ട് ഈസ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, വാട്ട് ഈസ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി, ആൻഡ് വാട്ട് ഈസ് മെൻഡ് ബൈ ഡിസിപ്ലിൻ, interdisciplinary, differences from other terms like multidisciplinary and cross-disciplinary, interdisciplinary approach in history, example of interdisciplinary approach in history. Explanation of all these terms are included in this video. അതായത് ഈ പറയുന്ന എല്ലാ ടേമിൻ്റെയും എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസിപ്ലിൻ എന്താണ്, വാട്ട് ഈസ് ഡിസിപ്ലിൻ, ഇറ്റ്സ് മീനിങ്, എക്സാമ്പിൾ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ interdisciplinary, വാട്ട് ഈസ് മെൻഡ് ബൈ interdisciplinary. The term interdisciplinary means, that's included in this slide. Interdisciplinary എന്ന് പറയുന്ന ടേമിൻ്റെ മാത്രം മീനിങ് ആണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഓരോ ടേമും എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ആ ഇൻ്റർഡിസിപ്ലിനറി എങ്ങനെയാണ് മൊത്തത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത്, ഹൗ ഇറ്റ് ഫോംസ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ടേമും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പം ഈ സ്ലൈഡിൽ ഇൻ്റർഡിസിപ്ലിനറി എന്ന് പറയുന്ന ടേം എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ദെൻ നമ്മൾ പറയുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ മൾട്ടി ഡിസിപ്ലിനറി, ക്രോസ് ഡിസിപ്ലിനറി, ഇൻ്റർഡിസിപ്ലിനറി. ഇത് 3 തരം ടേമുകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഈ 3 തരം ടേമും ഡിഫറെൻ്റ് ആണ് എന്നും ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും ഇതിൽ നിന്നും ഇൻ്റർഡിസിപ്ലിനറി എന്ന് പറയുന്ന ടേം എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അതാണ് ഈ സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത്. അടുത്ത സ്ലൈഡിലാണ് ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരുന്നത്. ഹിയർ ഇറ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് ഈസ് ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി ആൻഡ് വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും വാട്ട്, വെൻ, ഹൗ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ ഇനിയുള്ള 3 സ്ലൈഡിൽ എന്ന് പറയുന്നത് ഹൗ, എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്, ഹൗ ഇറ്റ്സ് വർക്ക്സ്, ബെനഫിറ്റ്സ്, ദെൻ ചാലഞ്ചസ്. ഇങ്ങനെ 3 സ്ലൈഡും കൂടി ഇതിൽ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന ടേം എന്താണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിളാണ്, പക്ഷേങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാലേ അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഓരോന്ന് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഡിസിപ്ലിൻ സിംപ്ലി മീൻസ് എ സബ്ജക്റ്റ് or a context of a subject. Discipline can refer to a branch of study or a grouping of courses. A discipline is a field of study that is taught and researched at a higher education institution. Discipline can have sub-disciplines which are branches of the discipline. അതായത് ഒരു കോണ്ടെക്സ്റ്റ് ഓഫ് എ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിംഗ് ഓഫ് കോഴ്സസിനെ പറയുന്നത്, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, ഫിസിക്സ്, കെമിസ്ട്രി, സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി, മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയുന്ന ഓരോ സബ്ജക്റ്റുകൾ എന്തിനു വേണമെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൻ്റെ അടിയിൽ നമുക്ക് വിളിക്കാം എന്നാണ് പറയുന്നത്. അവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സൈക്കോളജി ഒരു ഡിസിപ്ലിനാണ്, സോഷ്യോളജി ഒരു ഡിസിപ്ലിനാണ്, ആന്ത്രോപോളജി ഒരു ഡിസിപ്ലിനാണ്, മാത്തമാറ്റിക്സ് ഒരു ഡിസിപ്ലിനാണ്, ഫിലോസഫി ഒരു ഡിസിപ്ലിനാണ്. അപ്പോൾ ചോദിക്കും, എന്നാൽ പിന്നെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും ഉൾക്കൊള്ളിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മളത് കൂടുതലായിട്ടും ഒരു സ്റ്റഡി പേർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് അതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മൈനറായിട്ടുള്ളൊരു ഡിഫറൻസസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. യൂഷ്വലി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ പറയുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരു ഡിസിപ്ലിന് സബ് ഡിസിപ്ലിൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് ബ്രാഞ്ചസ് ഉണ്ടാവാം. അതായത് നമുക്കിപ്പോൾ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ ഇന്ത്യൻ എക്കോണമി, വേൾഡ് എക്കോണമി, ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സബ്ജക്റ്റുകളിൽ സബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റെ സബ് ഡിസിപ്ലിനായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന സബ് ഡിവിഷൻസും ഉണ്ടാവാം. ഇൻ്റർഡിസിപ്ലിനറി ആ ടേം എന്താണ് മീൻ ചെയ്യുന്നതാണ്. വാട്ട് ദ ടേം ഇൻ്റർഡിസിപ്ലിനറി മീൻസ്. നമ്മൾ ഈ ഇൻ്റർ യൂണിവേഴ്സിറ്റി, ഇൻ്റർ കോളേജ് എന്നൊക്കെയുള്ള ടേംസ് കേട്ടിട്ടുണ്ടാവും. സോ ദ ടേം ഇൻ്റർ മീൻസ് ബിറ്റ്വീൻ, വൺ അനദർ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സോ വൺ അനദർ ഓർ ബിറ്റ്വീൻ 2 സബ്ജക്ട്സ് ഈസ് കോൾഡ് ഇൻ്റർഡിസിപ്ലിനറി. അതായത് 2 ഡിസിപ്ലിൻസിൽ ഇടയിലുള്ളത് അല്ലെങ്കിൽ 2 ഡിസിപ്ലിനും കോമൺ ആയിട്ട് വരുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇൻ്റർഡിസിപ്ലിനറി എന്നുള്ളൊരു ടേം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്.
അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ ഡെഫിനിഷൻ എഴുതിയിട്ട് കാണാൻ പറ്റും. റിലേറ്റിംഗ് ടു മോർ ദാൻ വൺ ബ്രാഞ്ച് ഓഫ് നോളജ് ഇൻവോൾവിംഗ് 2 or more different subject of areas of knowledge. That means relating to more than one branch of knowledge, that is history and economics. The area of study Indian economy during British era is a particular area can be studied in both history and economics. ഹിസ്റ്ററിയിലായാലും എക്കണോമിക്സിലായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സബ്ജക്റ്റിലായാലും അങ്ങനെ ഏതിലാണ് എന്ന് സെപ്പറേറ്റ് നമുക്ക് പറയാൻ പറ്റാത്ത, ഡിവിസിബിളായിട്ട് പറയാൻ പറ്റാത്ത തരം സബ്ജക്റ്റുകൾ, സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ്, ഇതൊക്കെ കണ്ടുപിടിച്ച് രണ്ട് സബ്ജക്റ്റിനെയും കണക്ട് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു സംഭവത്തിനെയാണ് ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുക. ഇൻവോൾവിങ് 2 or more different subject or areas of knowledge എന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. Anthropology is a separate subject, but it belongs to some historical events, so that we can tell that it's a branch of history. But the topics in anthropology like evolution, we can both include history as well as natural science also. So the term interdisciplinary means in between 2 or more subject or can be included in both subject. Our next slide is the term interdisciplinary, how much differ from multidisciplinary and cross disciplinary. അതായത് മൾട്ടി ഡിസിപ്ലിനറി, ക്രോസ് ഡിസിപ്ലിനറി എന്നൊക്കെ പറയുന്ന ടേംസിൻ്റെ അകത്തുനിന്നും എത്രത്തോളം ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ടേം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി ഈസ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ഡിസിപ്ലിൻ വർക്കിംഗ് ടുഗെദർ, ഈച്ച് ഡ്രോയിങ് ഓൺ ദെയർ ഡിസിപ്ലിനറി നോളജ്. അതായത് ഫ്രം ഡിഫറെൻറ്റ് നോളജ് ദേ ആർ അക്വയറിങ് നോളജ്, ദാറ്റ്സ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി. മാത്സ് എന്നുള്ളൊരു നോളജ്, ഫിസിക്സ് എന്നുള്ളൊരു നോളജ്, കെമിസ്ട്രി എന്നുള്ളൊരു നോളജ് എല്ലാവരും ചേർന്നിട്ട് അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നുള്ള ഡിഫറെൻറ്റ് നോളജ് കമ്പൈൽ ചെയ്തിട്ട് നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ അത് മൾട്ടി ഡിസിപ്ലിനറി എന്നാണ് പറയുക. ആൻഡ് ക്രോസ് ഡിസിപ്ലിനറി മീൻസ് വ്യൂയിങ് വൺ ഡിസിപ്ലിൻ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് അനദർ. ദാറ്റ് മീൻസ് we are approaching a subject in history or a topic in history through an economic way of thought. Like earlier we said, the Indian economy during British era is a subject in economy. Viewing by history is a cross disciplinary, or a historical subject viewing through an economical view of thought is again cross disciplinary. So those words are different from interdisciplinary. Multidisciplinary is entirely different and cross-disciplinary is slightly different from interdisciplinary approach. Then interdisciplinary is integrating knowledge and method from different discipline using a real synthesis of approach. That means in interdisciplinary approach, we integrate knowledge from different methods or different subjects to analyze one particular area or a subject. We can take an example like carbon dating method. It's a pure scientific method which we use to know the age of some particular carbon including material, remainings of plants, fossils, etc. That means if we are studying about Harappan history, we will conduct carbon dating methods to analyze the remainings of Harappan peoples or wooden materials or something else from Harappan region, but the data will taken to study about Harappan history, the civilization history. So using a purely scientific method to study about a historical subject, that means interdisciplinary. So the interdisciplinary approach is an integrated knowledge of a particular subject or a topic. അതായത് ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കാം. അത് തന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സംഭവം ഇത്രയേ ഉള്ളൂ. കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കാർബൺ 14 ഐസോട്ടോപ്പ് വെച്ചിട്ട് നടത്തുന്ന വെരി ബേസിക് ആയിട്ടുള്ളൊരു സയൻസ് അഥവാ പ്യുവർ സയൻസ്, നമ്മുടെ നാച്ചുറൽ സയൻസ് വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റാണ് കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കാർബൺ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ കാലഘട്ടം അഥവാ ഏത് കാലഘട്ടത്തിലാണ് അത് ഉണ്ടായിരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്നൊരു ടെസ്റ്റ്. അത് പക്ഷേങ്കിൽ ഉപയോഗിക്കുന്നത് ഹിസ്റ്ററിയിലാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററീൻ്റെ പണ്ടത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഹാരപ്പൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹാരപ്പൻ കൾച്ചറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ, കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഹാരപ്പയുടെ ചരിത്രം കണ്ടുപിടിക്കാനും അവിടെ ഉപയോഗിച്ചിരുന്ന മരം അല്ലെങ്കിൽ ടൂളുകൾ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ അവരുടെയൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഒരേ ഒരു ഉദാഹരണം എടുത്ത് നമ്മൾ പറഞ്ഞു, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ് ഈ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനിയാണ് ഇതിൻ്റെ കോർ പാർട്ട് വരുന്നത്, ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി. സോ ഇത്രയും നേരം
എന്താണ് ഡിസിപ്ലിൻ, എന്താണ് ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത്, മറ്റ് ടേമുകളിൽ നിന്നുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചിൻ്റെ മാനങ്ങൾ, അഥവാ എന്താണ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി. ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ തിങ്കേഴ്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി സബ്ജക്റ്റ് എത്തരത്തിലുള്ള അപ്രോച്ചാണ് ഈ മറ്റ് സബ്ജക്റ്റുകളോട് നമ്മൾ കാണിക്കുന്നത്, അത് എത്രത്തോളമാണ് നമ്മൾ ഹിസ്റ്ററിയിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ നമുക്കത് വായിക്കാം. Interdisciplinary approach in history. The interdisciplinary approach in history is a method of research that uses multiple disciplines to study history. It can help historians gain a more comprehensive understanding of historical events. അതായത് ഇൻ്റർഡിസിപ്ലിനറി എന്ന് പറയുന്ന ഒരു ടേം ഇന്നതാണ് മീൻ ചെയ്യുക എന്ന് പറയുന്നതും ഹിസ്റ്ററിക്കൽ റിസർച്ചിലേക്ക് വരുമ്പോൾ അത് ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ആവും. അത് തമ്മിലുള്ള നേരിയൊരു വ്യത്യാസമേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ ഇൻ്റർഡിസിപ്ലിനറി എന്ന് വെച്ചാൽ എന്താണെന്നൊരു തിയറി പറയുന്നതും അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹിസ്റ്റോറിയൻ ഹിസ്റ്ററിക്കൽ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ തരത്തിൽ ചിന്തിച്ചിട്ടാണ് നമ്മളുടെ ഹിസ്റ്റോറിക്കൽ വർക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആൻഡ് ഫാക്ട് ബേസ്ഡ് ആക്കാനും എത്രത്തോളം ബയാസ് കുറച്ച് ഒബ്ജക്റ്റീവ് ആക്കാനും പറ്റും, അല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഓതൻറ്റിക് ആക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മൾ കേട്ടുകേൾവിയുള്ളൊരു സാധനം മാത്രം ഒറ്റ ഒരു ലൈനിൽ മാത്രം ചിന്തിക്കുന്നതിന് പകരം പല സബ്ജക്റ്റിൽ നിന്നും പലതരത്തിലുള്ള നോളജസും ആക്യുറസി കൂട്ടുന്ന തരത്തിലുള്ള ഐഡിയാസും എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുത്തിട്ട് നമ്മൾ ടോപ്പിക് അല്ലെങ്കിൽ ഓരോരോ ഐഡിയാസ് അനലൈസ് ചെയ്യുക, എന്നിട്ട് നല്ലൊരു ഹിസ്റ്റോറിക്കൽ വർക്ക് ഔട്ട്പുട്ടായിട്ട് ഉണ്ടാക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അവർ അതാണ് പറയുന്നത്, ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി ഈസ് എ മെത്തേഡ് ഓഫ് റിസർച്ച്. ഒരു തരത്തിലുള്ള റിസർച്ച് മെത്തേഡാണ്, അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ്. യൂസസ് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ ടു സ്റ്റഡി ഹിസ്റ്ററി. അതായത് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ യൂസ് ചെയ്യാം. യൂസ് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ ടു സ്റ്റഡി എ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഓർ എ ടോപ്പിക് ഇൻ ഹിസ്റ്ററിക്കൽ റിസർച്ച്. It can help historian to gain a more comprehensive understanding of historical events. That means we can analyze an event or a historical theory or historical fact or historical research for more comprehensive and vast idea that can improve our fact more objective in nature. ഹിസ്റ്ററി റിസർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സബ്ജക്റ്റിവിറ്റിയും ബയാസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയാസിലോ അല്ലെങ്കിൽ പൊതുവെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലോ അല്ലാത്തതായുള്ള ഏരിയാസിൽ അതിൻ്റെ ആക്യുറസിയും ഒബ്ജക്റ്റിവിറ്റിയും കൂട്ടാൻ വേണ്ടി നമ്മൾ മറ്റ് സബ്ജക്റ്റുകളുടെ സഹായം തേടുന്നതിനെയാണ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. സം എക്സാമ്പിൾസ്: എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി, ബയോളജി വിത്ത് ഹിസ്റ്ററി, എക്കണോമിക് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, കൾച്ചറൽ ഹിസ്റ്ററി ആൻഡ്രോപോളജി. അതായത് സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ എക്കണോമിക് ഹിസ്റ്ററി ഈസ് എ ടേം യൂസിങ് ബൈ എ ഹിസ്റ്റോറിയൻ ടു അനലൈസ് എ ഹിസ്റ്ററിക്കൽ ഇവൻറ്റ് വെരി ബേസിക്കലി. സോ വി ക്യാൻ അനലൈസ് എൻ ഇവൻറ്റ് ഇൻ കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ്, social perspective, economic perspective and political perspective. So we can analyze this environmental history. If you take the environmental history, we can approach it through the historical perspective to the science and the scientific perspective to the history. Both are interdisciplinary. That means we are studying about history of environment or evolution. It will become a history of environmental or evolution history. Or the environmental history in science we will study to know about their historical ideas. നമ്മൾ ബയോളജി അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്നൊരു കുട്ടി അതിൻ്റെ ചരിത്രം പഠിക്കാൻ വേണ്ടി ഹിസ്റ്ററി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതൊരു തരത്തിൽ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ആവും. ആ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ചാണ്. അതല്ല, ഹിസ്റ്ററി പഠിക്കുന്നൊരു കുട്ടി നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമൊക്കെ, അപ്പോൾ ഈ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് സയൻസും ആണ്. അതേസമയം നമ്മൾ ഹിസ്റ്ററി വൈസ് ഈ പറയുന്ന പോലെ മനുഷ്യൻ്റെയും മറ്റു പരിണാമങ്ങളും ഒക്കെ ചിന്തിച്ച് വരുന്നത് ഈ ഡാർവിൻ്റെ അതേ തിയറി പ്രകാരമാണ്. സോ ഇത് ഏത് ഡിസിപ്ലിനാണെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് പറയാൻ പറ്റില്ല, നമ്മൾ രണ്ടിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു തരം ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ചായി. അതുപോലെ എക്കണോമിക് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനില്ല. നമ്മൾ ഓഫ് കോഴ്സ് ഹിസ്റ്ററി പഠിക്കുന്നത് ഒരു ഏൻഷ്യൻ ടൈം അല്ലെങ്കിൽ നമ്മൾ മുന്നത്തെ സമയത്തുള്ള ആൾക്കാരെ കുറിച്ച് പഠിക്കുമ്പോൾ അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന സോഷ്യൽ ആയിട്ടുള്ളത്, കൾച്ചറൽ ആയിട്ടുള്ളത്, പൊളിറ്റിക്കൽ ആയിട്ടുള്ളത്, എക്കണോമിക്കൽ ആയിട്ടുള്ളത്, ഈ 4 സെപ്പറേറ്റ് പഠിച്ചാലേ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഹിസ്റ്ററീൻ്റെ ഒരു സൊസൈറ്റിയിൽ എന്ത് നടന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ട് അന്നത്തെ കാലത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ്, അഗ്രികൾച്ചറൽ ബേസ്ഡ് ആണോ, അതല്ല കാറ്റിൽ റെയറിംഗ് ആണോ, മറ്റെന്തെങ്കിലും ബേസ്ഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ അവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പാണോ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു ഏരിയ ബിൽഡ് ചെയ്യാൻ അവരെ സഹായിച്ചത്.
അവരുടെ പ്രൊഡക്റ്റീവ് നേച്ചർ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എക്കണോമിക് ഹിസ്റ്ററി പഠിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ എക്കണോമിക്സ് പഠിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ചരിത്രം പഠിക്കണം. അത് ഒരു തരത്തിൽ ഇൻ്റർ ഡിസിപ്ലിനറി ഏത് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത് ഏതൊരു സബ്ജക്റ്റിലും കാണാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റേത് സബ്ജക്റ്റിനും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ ഹിസ്റ്ററിക്കുണ്ട്. അതായത് ഏതൊരു സബ്ജക്റ്റിനും അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അതൊരു തരത്തിൽ ഇൻ്റർ ഡിസിപ്ലിനറി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഫിസിക്സ് എടുത്താൽ അതിനൊരു ചരിത്രമുണ്ട്, സയൻസ് എടുത്താൽ അതിനൊരു ചരിത്രമുണ്ട്, എക്കണോമിക്സ് എടുത്താൽ അതിന് വേറൊരു ചരിത്രമുണ്ട്, സോഷ്യോളജി, ആന്ത്രപ്പോളജി, നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്തോ അതിനൊക്കെയും ഒരു ചരിത്രമുണ്ട്. അതങ്ങനെ പറഞ്ഞാൽ പോരാ. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് കേൾക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന അതിൻ്റെ തൊട്ട് മുന്നത്തെ സെക്കൻഡിൽ ഉണ്ടായത് ഒരു തരത്തിൽ ഹിസ്റ്ററിയാണ്. കണ്ടംപററി ഹിസ്റ്ററി എന്ന് നമ്മൾ ടേം എടുത്ത് പറയും. നമ്മൾ അത്രയ്ക്ക് അങ്ങനെ ഡീപ്പായിട്ട് ചിന്തിക്കില്ല എങ്കിൽ പോലും ഈ തൊട്ട് മുന്നത്തെ സെക്കൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഹിസ്റ്ററിയാണ്. അത് ഓൾറെഡി കഴിഞ്ഞു, ഇറ്റ്സ് എ പാസ്റ്റ്. അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതൊരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയും കൂടിയായി. സോ നമ്മൾ കുറച്ച് മിനിമം ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 100 വർഷം മുന്നേ ഉള്ളതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ്ഡ് ചെയ്ത് ഹിസ്റ്ററി എന്ന് പറയുന്നെങ്കിൽ പോലും തൊട്ട് മുന്നേ ഉള്ളത് പോലും ഹിസ്റ്ററിയാണ്. അതായത് ഇപ്പം ഇന്ത്യ ചന്ദ്രയാൻ റോക്കറ്റ് അയച്ചത് ഒരു തരത്തിൽ ചരിത്രമാണിപ്പോൾ. അതിൻ്റെ ചന്ദ്രയാൻ 1 വന്നു, ചന്ദ്രയാൻ 2 വന്നു, ചന്ദ്രയാൻ 3 വരെ വന്നു. അപ്പോൾ ഇത്രയും അവർ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കുന്നത് അതിന് മുന്നിൽ അയച്ച ചന്ദ്രയാൻ്റെ ചരിത്രവും അതിൻ്റെ വിവരങ്ങളും വെച്ചിട്ടാണ് പുതിയ പ്രോഗ്രസ് ഉണ്ടാക്കുന്നത്. സോ ഏതൊരു സബ്ജക്റ്റിനും നമുക്ക് ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പാർട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഏതൊരു സബ്ജക്റ്റിനും ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത്. സോ അതിൽ ബാക്കി 2-3 പോയിൻ്റുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് സ്വാഭാവികം ഒരു രാജ്യഭരണം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആയിക്കഴിഞ്ഞു. ഒരു പ്രദേശത്തിൻ്റെ കൾച്ചറൽ ഈവൻസ്, ഈവൻ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്തുണ്ടായ കുറേ കലാരൂപങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കൾച്ചറലായിട്ടുള്ളത് നല്ലതോ മോശമോ, ഇപ്പോൾ സതി പോലത്തെ ആചാരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് അതൊരു തരത്തിലുള്ള ഒരു കൾച്ചറായിരുന്നു. മോശമായിരുന്നു, ബട്ട് ഇറ്റ്സ് എ കൾച്ചർ. ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് പഠിക്കുന്നത് അതൊരു കൾച്ചറൽ ഹിസ്റ്ററി ആയിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ ആർട്ടിസൻസിനെ കുറിച്ചിട്ടോ ക്രാഫ്റ്റ്മാൻഷിപ്പിനെ കുറിച്ചിട്ടോ പണ്ട് ഉണ്ടായിരുന്ന ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുമ്പോൾ അത് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു സയൻസ് ആണെങ്കിൽ പോലും അതിൻ്റെ കലയും കലാവിരുദ്ധമൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു കൾച്ചറൽ പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാവും. അതൊരു കൾച്ചറൽ ഹിസ്റ്ററി ആവും. അതുപോലെ തന്നെ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് നരവംശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്. ഇറ്റ്സ് സ്റ്റഡിങ് അബൌട്ട് ദ ഹ്യൂമൻ ഇവല്യൂഷൻ. ഈ ഹ്യൂമൻ ഇവല്യൂഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഒരു സയൻസ് പോലെയാണ് വരുന്നതെങ്കിൽ ആന്ത്രപ്പോളജി ഈസ് ആൻ സബ്ജക്റ്റ്. ആൻഡ് അതും പോരാണ്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വരുന്ന എങ്ങനെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി ഉത്ഭവിച്ചിട്ടുണ്ടാവാം അതുമുതൽ പിന്നെ പാലിയോലിത്തിക്, നിയോലിത്തിക് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ എത്തുന്നത് വരെയുള്ള ഒരു ഹിസ്റ്ററിക്കൽ ഈവൻസ് ഒക്കെ തന്നെയാണ് ഈ ആന്ത്രപ്പോളജിയിലും ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മോസ്റ്റ് മോഡേൺ പീപ്പിൾസിലേക്ക് എത്തി നിൽക്കുന്ന നരവംശാസ്ത്രം പഠിക്കുന്നത് ചരിത്രമാണ് ഒരു തരത്തിൽ നോക്കിക്കണ്ടാൽ. അപ്പോൾ അതാണ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്ന സാധനം. ഇനി ഒരു 3 സ്ലൈഡ്സ് കൂടിയുള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് ഹൗ ഇറ്റ് വർക്ക്സ്. നമുക്ക് ഓടിച്ച് വായിക്കാം. ഹിസ്റ്റോറിയൻസ് യൂസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഫ്രം അതർ ഡിസിപ്ലിൻ ലൈക്ക് എക്കണോമിക്സ്, സോഷ്യോളജി and the natural science. Historians can draw on a variety of source materials. Historians can consider social, cultural, economic and political factors. Historians can challenge traditional narratives. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. സോഷ്യോളജീൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ പെർസ്പെക്റ്റീവിൽ ഹിസ്റ്ററി കാണുക, എക്കണോമിക്കലായിട്ടുള്ള സബ്ജക്ട്സിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹിസ്റ്ററി എടുക്കുക, നാച്ചുറൽ സയൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു, കാർബൺ ഡേറ്റിങ്സ് ഉണ്ട്. അതുപോലെ ഒരുപാട് നമ്മൾ മെത്തേഡ്സ് സയൻറ്റിഫിക് മെത്തേഡ്സ് നമ്മൾ ഫാക്റ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് സോഴ്സ് മെറ്റീരിയൽസ്, അതായത് നമ്മളൊരു ഫോസിൽ എടുക്കുകയാണെങ്കിൽ അത് ലിവിങ് ആയിട്ടുണ്ടായിരുന്ന സാധനങ്ങളുടെ ഓഫ് കോഴ്സ് എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള സാധനങ്ങളുടെ ബേസിലാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കുക. അതല്ല ഒരു റോക്ക് എഡിക്സ് പഠിക്കുകയാണെങ്കിൽ അത് പാലിയോഗ്രാഫി പോലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ലിറ്റററി ഐഡിയാസ് അല്ലെങ്കിൽ അതിൻ്റെ കൾച്ചറൽ പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. നാണയ പഠനം അഥവാ ന്യൂമിസ്മാറ്റിക്സ് എടുക്കുമ്പോൾ ന്യൂമിസ്മാറ്റിക്സിൽ നമ്മൾ അതിൻ്റെ മെറ്റലർജി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് അതിൻ്റെ സയൻറ്റിഫിക് ഐഡിയാസ് ആണ്. അതുപോലെ ഡിഫറെൻറ്റ് സോഴ്സ് മെറ്റീരിയലും അതിൽ നിന്നുള്ള ഫാക്റ്റുകളും എടുക്കാം. അതൊക്കെയും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഹിസ്റ്ററിയിൽ എടുക്കുന്നതാണ്. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസിൽ നിന്നും ഹിസ്റ്ററിക്കൽ ഫാക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഹിസ്റ്റോറിയൻസ് ക്യാൻ കൺസിഡർ സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഒരു രാജാവിനെ കുറിച്ച് അല്ലെങ്കിൽ രാജഭരണത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ പൊളിറ്റിക്കൽ ഫാക്ടറായി, ലീനിയേജ്, അവരുടെ ഹെറിഡിറ്ററി, സക്സസേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു ഏരിയ ആണ് വരുന്നത്. അനൽ സ്കൂൾ ഓഫ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സ് ഉണ്ടായ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവാണ്.
അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻസ് ക്യാൻ ചാലഞ്ച് ട്രഡീഷണൽ നെറേറ്റീവ്, അതായത് വല്ല ഓറൽ ഹിസ്റ്ററി ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് പലതരത്തിൽ നമ്മൾ കുറേ കാലങ്ങളായി കേട്ട് വരുന്ന പല നെറേറ്റീവ്സും സയൻറ്റിഫിക് മെത്തേഡ് വെച്ചിട്ട് അതിൻ്റെ ശരി എന്താണ്, ട്രൂത്ത് എന്താണ്, അതിൻ്റെ ഓതൻറ്റിസിറ്റി എന്താണ്, എത്രത്തോളം അതിൽ നിന്ന് നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഫാക്റ്റ് കിട്ടുന്നുണ്ട്, അതല്ല ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, നമ്മൾ ഇതുവരെ കേൾക്കുന്നത് തന്നെയാണോ ശരി, അതല്ല ഇതിൽ വേറെ തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവ് എന്തെങ്കിലും ചിന്തിക്കണോ, ഇതാരെങ്കിലും എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാണോ, അതല്ല അത് കറക്റ്റായിട്ട് തന്നെയാണോ അവർ നറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയും നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഒരു എപ്പിഗ്രാഫിയിൽ ഒരു രാജാവിനെ കുറിച്ച് പുകഴ്ത്തി എഴുതിയ സാധനം ചിലപ്പോൾ മറ്റൊരാളുടെ വർക്കോ അല്ലെങ്കിൽ തളിയോല ഗ്രന്ഥം എടുക്കുമ്പോൾ അതിൽ അങ്ങനെ ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ പംലീഫ് മാനുസ്ക്രിപ്റ്റും എപ്പിഗ്രാഫിക്കൽ സോഴ്സും രണ്ടും കൂടി വെച്ചിട്ട് ഒരു ഐഡിയ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു ചിലപ്പോൾ എപ്പിഗ്രഫി മാത്രം കണ്ട് ഒരാൾ പാടി നടക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളെ വടക്കൻ പാട്ടുകൾ എന്നൊക്കെ പറയുന്ന ഓറൽ ഹിസ്റ്ററി പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രാമായണം മഹാഭാരതം എന്ന് പറയുമ്പോഴത്തെ വലിയ വലിയ ഇതിഹാസമൊക്കെ കറക്റ്റ് തന്നെയാണോ, അതിൻ്റെ സ്ഥലങ്ങൾ പറയുന്നതൊക്കെ ലൊക്കേഷൻസൊക്കെ കറക്റ്റാണോ എന്നൊക്കെ പലതും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ നിലവിലുള്ള നറേറ്റീവ്സിനെ ചലഞ്ച് ചെയ്തിട്ട് ഹിസ്റ്റോറിയൻസിനെ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്, ഹിസ്റ്റോറിയൻസ് ക്യാൻ ഗെയിൻ എ മോർ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. അതായത് ഹിസ്റ്റോറിയൻസിന് ഒരു ഹിസ്റ്ററിക്കൽ ഇവൻറ്റിനെ കുറിച്ചിട്ട് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത 1-2 കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഹിസ്റ്റോറിയൻസ് ക്യാൻ ഓഫർ ന്യൂ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പെർസ്പെക്റ്റീവ് ഓൺ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. അതായത് ഇത്രയും കാലം ഹരപ്പ എന്ന് പറയുന്ന കാലഘട്ടം ഉണ്ടായത് ഒരു 3500 BC മുതലാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് അങ്ങനെയല്ല. അതിന് തൊട്ട് മുന്നത്തെ അല്ലെങ്കിൽ 5500 BC മുതലുള്ള എവിഡൻസ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന സെക്കൻഡ് മുതൽ 5500 BC മുതൽ ഹരപ്പ നിലവിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ന്യൂ ഇൻ്റർപ്രിട്ടേഷൻസ് ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തം ഉണ്ടാകുമ്പോഴും നമുക്ക് ഇതിനോട് പറയാൻ പറ്റും. സോ ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഒരു ഹിസ്റ്ററിക്കൽ ഇവൻറ്റിലെ പുതിയ ന്യൂ ഇൻ്റർപ്രിട്ടേഷൻസും പേഴ്സ്പെക്റ്റീവും കണ്ടുപിടിക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഹിസ്റ്റോറിയൻസ് ക്യാൻ ബ്രിങ് ഇൻ ടു ഫോക്കസ് ക്വസ്റ്റ്യൻസ് ഓർ ഇഷ്യൂസ് ദാറ്റ് ആർ ഓവർലുക്ക്ഡ് വിത്തിൻ എ ഡിസിപ്ലിൻ. അതായത് ഒരു ഡിസിപ്ലിനകത്ത് തന്നെയുള്ള പലതരത്തിലുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ അതിൽ നിലവിലുള്ള ഫോക്കസ് എങ്ങോട്ടാണോ അതിൽ മാറ്റം വരുത്തണോ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയും നമുക്ക് ഈ ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് വെച്ചിട്ട് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കാം, മാറ്റങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ കാഴ്ചപ്പാടുകൾ മാറ്റി ചിന്തിക്കാം എന്നാണ് പറഞ്ഞത്. അടുത്തത് അതിൻ്റെ ചാലഞ്ചസ് ആണ്. ഓഫ് കോഴ്സ് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കണം. അതുകൊണ്ട് തന്നെ ചാലഞ്ചസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹിസ്റ്റോറിയൻസ് നീഡ് ടു ഡെവലപ്പ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ. അതായത് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഹിസ്റ്റോറിയൻസ് ഹിസ്റ്ററിക്കൽ റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അവരുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ലാണ്ട് മറ്റ് ഡിസിപ്ലിനെ കുറിച്ചിട്ടുള്ള ഡീപ്പ് നോളജും ഉണ്ടാവണം. കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ പാലിയന്തോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതൊക്കെ നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ഇതൊക്കെ ഇവിടെ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഹിസ്റ്ററിക്കൽ റിസർച്ച് കുറച്ചുകൂടി അടിപൊളിയാക്കാം, ഓതൻറ്റിക് ആക്കാം എന്നുള്ളത് നമുക്കറിയണം. അതാണ് ഇവിടെ പറഞ്ഞത്. മൾട്ടിപ്പിൾ ഡിസിപ്ലിനെ കുറിച്ച് നമുക്ക് നോളജ് വേണം, അതൊരു ചാലഞ്ചാണ്. ആൻഡ് ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഓഫ് കോൺഫ്ലിക്റ്റിംഗ് മെത്തഡോളജീസ്. അതായത് ഹിസ്റ്ററിക്കൽ റിസർച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പലതരം മെത്തഡോളജീസും വെച്ചിട്ടാണ്. അപ്പോൾ ഈ മെത്തഡോളജിയിൽ അല്ലെങ്കിൽ മെത്തേഡ്സിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് നമ്മളൊരു ജസ്റ്റ് ഒരു അനലൈസിങ് മെത്തേഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റണം നിർബന്ധമില്ല. അല്ലെങ്കിൽ ഒരു സൊസൈറ്റിനെ കുറിച്ചിട്ട് പുറമേ നിന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മളൊരു ഹിസ്റ്ററി എഴുതുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെച്ചിട്ടുള്ളൊരു ഏരിയ വേണമെന്നില്ല. പക്ഷേ എക്കണോമിക് ഹിസ്റ്ററി എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മളുടെ മെത്തഡോളജി നമ്മളുടെ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻക്ലൂഡ് ചെയ്യുന്ന പേഴ്സ്പെക്റ്റീവിന് ഒരു ചാലഞ്ചാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. And it can take a significant investment of energy, time and humility to learn the rope of another field. സ്വാഭാവികം, നമ്മൾ ഹിസ്റ്ററി പഠിക്കാൻ തന്നെ കടൽ പോലെ കിടക്കാണ്. അതിൽ നിന്ന് മാറി മറ്റൊരു സബ്ജക്റ്റിൻ്റെ അകത്തു നിന്നുള്ള മറ്റൊരു ഐഡിയ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജി, ടൈം, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതും ഒരു ചാലഞ്ചാണെന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് വി ഹാവ് ടു ഇൻവെസ്റ്റ് മോർ ടൈം ആൻഡ് എനർജി ആൻഡ് അവർ എഫേർട്ട് to study about another discipline during our historical research
and it may be affect the date of thesis submission. All these are some challenges when we take interdisciplinary approach in our historical research. These are the explanations for the topic interdisciplinary approach in history. I hope you guys all are understanding what I discussed in all these classes, and the idea interdisciplinary approach is clear for you guys. And thank you for listening my classes. Thank you.